Hi friends, welcome to TechiSpace Malayalam. Channel ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മൾ എല്ലാ ആഴ്ചയും പുതിയ ഗീവുകൾ നമ്മുടെ ചാനലിൽ നടത്തുന്നുണ്ട്. അതിലൊക്കെ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ 12ാമത്തെ ഗീവവേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. നമ്മൾ ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് 2 ആഴ്ചയായിട്ട് പുതിയ ഗീവവേകളൊന്നും നമ്മുടെ ചാനലിൽ നടത്തിയിരുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഒരു ഗ്യാപ്പിന് ശേഷം നമ്മൾ പുതിയ ഗീവവേകൾ വീണ്ടും നടത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ 12ാമത്തെ ഗീവവേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഈ ഗീവവേയുടെ വിന്നർക്ക് ലഭിക്കുന്നത് ആമസോണിൻ്റെ ഗിഫ്റ്റ് വൗച്ചർ ആയിരിക്കും. അപ്പോൾ ഈ ഗീവവേയിൽ പങ്കെടുക്കാനായിട്ട് ചെയ്യേണ്ടത് ഇത്രമാത്രം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ഈ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് പോസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ റിയൽമി 6 പ്രോയുടെ ക്യാമറ റിവ്യൂയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി ആ വീഡിയോ കണ്ട് അവിടെയും ഒരു കമൻറ്റ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റ് പോസ്റ്റ് ചെയ്യണം. ഇത്ര മാത്രമാണ് ഈ ഗിവവേയിൽ പങ്കെടുക്കാനായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഗിവവേയുടെ ഡീറ്റെയിൽസൊക്കെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Redmi Note 9 പ്രോയുടെ ഗെയിമിംഗ് റിവ്യൂ ആണ്. നമ്മൾ 5 ഗെയിമുകളാണ് ഇപ്പോൾ Redmi Note 9 പ്രോയിൽ കളിച്ചു നോക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ആദ്യം കളിച്ചു നോക്കാൻ പോകുന്നത് PUBG ആണ്. നമുക്ക് PUBG എത്ര ഫ്രെയിം റേറ്റിൽ, എത്ര ഗ്രാഫിക്സ് റേറ്റിലൊക്കെ കളിക്കാനായിട്ട് സാധിക്കുമെന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഗെയിം കളിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അതിനുശേഷം നമ്മൾ കളിക്കാൻ പോകുന്നത് Call of Duty, Asphalt 9, PES 2020, Free Fire എന്ന ഗെയിമുകൾ കൂടി നമ്മൾ കളിച്ചു നോക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി ഗെയിമിങ്ങിലേക്ക് പോകാം. ഗെയിം കളിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ബാറ്ററി ലെവൽ 62%, ടെമ്പറേച്ചർ 33.6 ഡിഗ്രി. നമ്മൾ ആദ്യം തന്നെ കളിച്ചു നോക്കാൻ പോകുന്നത് PUBG ആണ്. നമുക്ക് Redmi Note 9 പ്രോയിൽ PUBG HD ഗ്രാഫിക്സ് ലെവലിലും ഹൈ ഫ്രെയിം റേറ്റിലും നമുക്ക് കളിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. HDR, അൾട്രാ HD ഓപ്ഷൻസ് ഒന്നും നമുക്ക് Redmi Note 9 പ്രോയിൽ നിലവിൽ അവൈലബിൾ അല്ല. ഫ്യൂച്ചറിൽ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കാം. അപ്പോൾ നമുക്ക് ഡിഫോൾട്ട് സെറ്റിങ്സ് തന്നെയാണത്. അപ്പോൾ നമ്മൾ ഈ ഡിഫോൾട്ട് സെറ്റിങ്സിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഗെയിം കളിക്കാൻ പോകുന്നത്. ഗെയിമേഴ്സിന് വേണ്ട ഏറ്റവും നല്ല സ്പെക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് Redmi Note 9 Pro ഇറങ്ങിയിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 720G പ്രോസസ്സറാണ് Redmi Note 9 പ്രോയിൽ വരുന്നത്. അതുപോലെ തന്നെ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി, 5020 mAh ബാറ്ററി കപ്പാസിറ്റിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും നമുക്ക് Redmi Note 9 പ്രോയിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് Redmi Note 9 പ്രോയിൽ വരുന്നത്. അതും നമുക്ക് ആ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസിൻ്റെ ഒരു ലെവൽ എൻഹാൻസ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും. നമുക്ക് ചെറിയ ഫ്രെയിം ഡ്രോപ്സൊക്കെ നമുക്ക് ഗെയിം കളിക്കുന്നതിനിടയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ ചെറിയ ഫ്രെയിം ഡ്രോപ്സ് ആണ്. പക്ഷെ നമുക്ക് വേറൊരു നെഗറ്റീവായിട്ട് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ഒരു ഫ്ലോ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഒരു വലിയൊരു ഇഷ്യൂ ആയിട്ടല്ല, ചെറിയൊരു രീതിയിലൊരു ഫ്ലോ കുറവാണെന്ന് നമുക്കൊരു ഫീൽ വരുന്നുണ്ട്. നമ്മൾ ഫോൺ കയ്യിൽ പിടിച്ച് കളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലാണ്. അത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാവുന്ന ഒരു ഡിഫക്റ്റ് മാത്രമാണ്. വേറെ ഇഷ്യൂസൊന്നും അങ്ങനെ നമുക്ക് ഗെയിം കളിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നില്ല. ചെറിയൊരു ഫ്ലോയുടെ കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. ബാക്കി ഫ്രെയിം ഡ്രോപ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. തീർച്ചയായിട്ടും നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട് Redmi Note 9 പ്രോയിൽ. സ്നാപ്ഡ്രാഗൺ 720G പ്രോസസ്സറാണ്. കുറച്ചും കൂടി ബെറ്റർ പ്രോസസ്സർ, ഗെയിമിംഗ് പ്രോസസ്സർ താല്പര്യമുള്ളവർക്ക് Poco X2 ഒക്കെ നല്ല ഓപ്ഷനായിട്ട് എടുക്കാവുന്നതാണ്. നമുക്ക് Poco X2ൽ കിട്ടിയിരുന്ന ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ Redmi Note 9 പ്രോയിൽ നമുക്ക് ലഭിക്കുന്നില്ല. നമ്മൾ ഏകദേശം 25 മിനിറ്റ് നമ്മൾ ഗെയിം കളിച്ചു. ബാറ്ററി ലെവൽ 55%, ടെമ്പറേച്ചർ 41.6 ഡിഗ്രി ആണ്. ഹീറ്റ് കുറഞ്ഞ ഒരു ഡിവൈസ് എന്ന് നമുക്ക് Poco X2 എന്ന് പറയാനായിട്ട് സാധിക്കും. പക്ഷേ Redmi Note 9 Pro തീർച്ചയായും പതിവ് പോലെ തന്നെ റെഡ്മിയുടെ മറ്റ് ഫോണുകളെ പോലെ തന്നെ എബവ് 40 ടെമ്പറേച്ചർ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കോൾ ഓഫ് ഡ്യൂട്ടി നമുക്ക് വളരെ സ്മൂത്തായിട്ട് തന്നെ Redmi Note 9 പ്രോയിൽ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു രീതിയിലുള്ള ലാഗും നമുക്ക് ഗെയിം കളിക്കുന്നതിനിടയിൽ കിട്ടുന്നില്ല. നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസോട് കൂടി തന്നെ നമുക്ക് Redmi Note 9 പ്രോയിൽ
കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും കോൾ ഓഫ് ഡ്യൂട്ടിക്ക് കളിക്കുന്ന ഗെയിമേഴ്സിന് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് റെഡ്മി നോട്ട് 9 പ്രോ. ഇപ്പോൾ നമ്മൾ മുമ്പ് ഇറങ്ങിയ പോക്കോ X2, സാംസങ് M31, റിയൽമി 6 പ്രോ എന്ന ഫോണുകളിലൊക്കെ നമ്മൾ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ലഭിച്ചിരുന്നു. പക്ഷേ അതിനൊന്നും കവർ ചെയ്യാവുന്ന രീതിയിലുള്ളൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് റെഡ്മി നോട്ട് 9 പ്രോയിൽ കാണാനായിട്ട് സാധിക്കുന്നില്ല. ഈ ഒരു പക്ഷേ 9 പ്രോ മാക്സിൽ നമുക്ക് ഒരുപക്ഷെ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടിയേക്കാം. പക്ഷേ നമുക്ക് പോക്കോ X2ൽ 730G പ്രോസസ്സറാണ് വരുന്നത്. അവിടെ നമുക്ക് കുറേയും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സാംസങ് M31ലാണെങ്കിലും നല്ലൊരു സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേ, അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പ് നമുക്ക് കിട്ടുന്നതുകൊണ്ട് നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിയൽമിയുടെ 6 പ്രോയിലാണെങ്കിലും 6ലാണെങ്കിലും നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ്, ബെറ്റർ ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് കമ്പാരിറ്റീവ്ലി റെഡ്മി നോട്ട് 9 പ്രോയിനേക്കാളും നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ബാറ്ററി ലെവൽ 53%, ടെമ്പറേച്ചർ 40.2 ഡിഗ്രി ആണ്. ഇനി നമ്മൾ കളിച്ച് നോക്കാൻ പോകുന്നത് ആസ്ഫാൾട്ട് 9 എന്ന ഗെയിമാണ്. നല്ലൊരു റേസിംഗ് ഗെയിമാണ്. നമുക്ക് വളരെ സ്മൂത്തായിട്ട് തന്നെ റെഡ്മി നോട്ട് 9 പ്രോയിൽ ആസ്ഫാൾട്ട് 9 കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ റേസിംഗ് ഗെയിമൊക്കെ കളിക്കുന്ന ഗെയിമേഴ്സിന് തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷനാണ് റെഡ്മി നോട്ട് 9 പ്രോ. പിന്നെ നമുക്ക് PES 2020 എന്ന ഗെയിം ഒന്ന് കളിച്ച് നോക്കാം. PES 2020 നമുക്ക് വളരെ സ്മൂത്തായിട്ട് തന്നെ റെഡ്മി നോട്ട് 9 പ്രോയിൽ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കാര്യമായിട്ടുള്ള ലാഗൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. നല്ലൊരു വീഡിയോ ക്വാളിറ്റിയോട് കൂടി തന്നെ നമുക്ക് PES 2020 റെഡ്മി നോട്ട് 9 പ്രോയിൽ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ബാറ്ററി ലെവൽ 51%, ടെമ്പറേച്ചർ 40 ഡിഗ്രി ആണ്. ഇപ്പോഴും ആ ഒരു ഹീറ്റിംഗ് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. നമ്മൾ അവസാനമായിട്ട് കളിച്ചു നോക്കാൻ പോകുന്നത് ഫ്രീ ഫയർ എന്ന ഗെയിമാണ്. നമുക്ക് വളരെ സ്മൂത്തായിട്ട് തന്നെ ഫ്രീ ഫയർ റെഡ്മി നോട്ട് 9 പ്രോയിൽ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു രീതിയിലുള്ള ലാഗും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ചെറിയ രീതിയിലുള്ള നെഗ്ലക്റ്റ് ചെയ്യാവുന്ന ഫ്രെയിം ഡ്രോപ്സ് മാത്രമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. സ്ഥിരമായി റെഡ്മിയുടെ ഫോണുകളിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ഹീറ്റിംഗ് ഇഷ്യൂ ആണ്. ഒരു 43 ഡിഗ്രി വരെ ഫോൺ ഹീറ്റാവുന്ന ഒരു ഇഷ്യൂ നമ്മൾ കാണാറുണ്ട്.
ഒരു നല്ലൊരു ഓവർ ഹീറ്റിംഗ് ഒന്നുമല്ല, പക്ഷെ എന്നാലും ചെറിയൊരു രീതിയിലുള്ള ഹീറ്റിംഗ് ഇഷ്യൂ നമ്മൾ കാണാറുണ്ട്. അത് നമുക്ക് വീണ്ടും Redmi Note 9 പ്രോയിലാണെങ്കിലും നമുക്ക് അത്തരത്തിലുള്ള ഒരു ഹീറ്റിംഗ് ഇഷ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പോക്കോ X2ൽ നമുക്കൊരു 40 ഡിഗ്രി വരെയാണ് മാക്സിമം ഹീറ്റ് വന്നിരുന്നത്. അതൊരു നോർമലി 36 to 40 ഡിഗ്രിയാണ് നമുക്ക് പോക്കോ X2ൽ ഗെയിമിങ്ങിൻ്റെ സമയത്ത് ഹീറ്റിംഗ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഒരു ബെറ്റർ ഇപ്പോഴത്തെ ബാറ്ററി ലെവൽ 47%, ടെമ്പറേച്ചർ 37.4 ഡിഗ്രിയാണ്. ടെമ്പറേച്ചർ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നിരുന്നാലും ആ ഒരു ചെറിയ രീതിയിലുള്ള ഹീറ്റിംഗ് ഇഷ്യൂ നമുക്ക് Redmi Note 9 പ്രോയിൽ തീർച്ചയായിട്ടും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യണം. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മളെല്ലാ ആഴ്ചയും നടത്തുന്ന ഗിവ് അവേകളിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം.